ഫസ്റ്റത്തെ കിണർ കെനിയയിലാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ടാൻസാനിയയിൽ വില്ലേജിൽ ഒരു 3 കിണർ ഒരുമിച്ച് ചെയ്ത്. അപ്പോൾ തട്ടപ്പുറത്തുള്ളൊരു വില്ലേജിൽ ഈ ഒരു സംഭവം ചെയ്ത സമയത്ത് ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്ററും ടീച്ചേഴ്സും കുട്ടികളെ കൂടി എൻ്റെ അടുത്ത് വന്നിട്ട്, ഞാൻ ഈ കിണറിൻ്റെ വർക്കിൻ്റെ ഫൈനൽ ഘട്ടത്തിലെത്തി നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് നടന്ന് വന്നിട്ട് ഒരു കിണർ സ്കൂളിൽ ചെയ്ത് ചോദിച്ചു. അങ്ങനെ ഞാൻ സ്കൂളിൽ ചെന്ന് എനിക്കൊരു പ്രതീക്ഷയിൽ ഇവർക്ക് വെള്ളം കൊടുക്കാൻ പറ്റുന്നുള്ളൂ. കാരണം സ്കൂൾ കുറച്ചൊരു ഹൈറ്റ് കൂടിയ സ്ഥലത്താണ്. കിണർ കുഴിച്ച് നോക്കാം, കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു 10 മീറ്ററെങ്കിലും കുഴിക്കുക, ഇത് പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അന്നാണെങ്കിൽ ഈ സ്കൂളിൻ്റെ വലിയൊരു പദ്ധതി ഏറ്റെടുക്കാനുള്ള ഒരു ഫണ്ടൊന്നും ആയിട്ടില്ല. അങ്ങനെ പണി ആരംഭിച്ച് ഒരു 6 ദിവസമൊക്കെ ആയപ്പോൾ തന്നെ നനഞ്ഞ മണ്ണ് കിട്ടാൻ തുടങ്ങി. 25 അടി 30 അടി ഒക്കെ ആയപ്പോൾ നല്ല വെള്ളം കാണാൻ തുടങ്ങി. പിന്നെ അടുത്ത ടാസ്ക് പറഞ്ഞാൽ ഈ സാധനം സ്കൂളിൽ എത്തിക്കണം. എങ്ങനെയെങ്കിലും ഇത് കംപ്ലീറ്റ് കഴിഞ്ഞ് വണ്ടി വിറ്റിട്ടായാലും ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് തോന്നി. ആ കുട്ടികൾ ഓടി വരുന്ന ഒരു മൊമെന്റ് ഉണ്ട്, വെള്ളം കിട്ടി തരാം. കാരണം ആ ഒരു തെളിച്ചം ഇവരൊക്കെ മുഖത്തുണ്ട്. ശരിക്കും ആ ഒരു സംഭവം കഴിഞ്ഞോടുകൂടി എന്റെ യാത്ര കംപ്ലീറ്റ് ആയ പോലെ എനിക്ക് തോന്നി. സാറ്റിസ്ഫൈഡ് ആയി. അതെ.